അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസീസ് ഡ്രീംസ് കിച്ചൻ. ഇന്ന് എനിക്ക് നല്ലൊരു കരിമീൻ കിട്ടിയേ. അപ്പോൾ എനിക്കൊരാഗ്രഹം, അതുകൊണ്ട് ഫിഷ് മോള് തയ്യാറാക്കിയാലോ എന്ന്. ഇതുപോലെ ഒരു വലിയ കരിമീനാണ് കേട്ടോ, ഏകദേശം 1/2 കിലോയോളം തൂക്കം വരും. ഞാനത് ചെത്തി അതിൻ്റെ സൈഡിലെ മുള്ളൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിത് ചെത്തുന്ന വീഡിയോയൊക്കെ ഇത് മുമ്പ് ഇട്ടിട്ടുള്ളതാണ്, കരിമീനല്ല വേറെ മീനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് കരിമീൻ ചെത്തുന്ന വീഡിയോ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഒന്നും കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ ഇനി അടുത്ത പ്രാവശ്യം അതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഫൗസീസ് ഡ്രീംസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ വലതുവശത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. മീൻ വരയുമ്പോഴേ എപ്പോഴും നല്ല ആഴത്തിൽ നടുവിലെല്ലാം മുള്ളു കൊള്ളണ രീതിയിൽ വേണം വരഞ്ഞെടുക്കാൻ. മീനൊക്കെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനിലേക്ക് അരമുറി നാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചതച്ച കുരുമുളകും ഒരൽപ്പം വെളിച്ചെണ്ണയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മീനിൻ്റെ മുകളിലും അകത്തുമൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഈ ഫിഷ് മോളിയുടെ കൂടെ കഴിക്കാനേ നല്ല ബ്രെഡും പാലപ്പോ വെള്ളയപ്പോ ഒക്കെയാണ് കേട്ടോ, നല്ല അടിപൊളി കോമ്പിനേഷൻ. പക്ഷേ ഞാൻ ചോറിൻ്റെ കൂടെയാണ് കേട്ടോ കഴിച്ചത്, കാരണം ഞാൻ ഈ ചോറ് വെച്ച് കഴിഞ്ഞാണ് മീൻകാരി ചേച്ചി മീനും കൊണ്ടുവന്നത്. അപ്പം നമുക്ക് പെരട്ടിയ മീനുണ്ടല്ലോ, ഒരു അരമണിക്കൂർ മാരിനേഷന് വേണ്ടി മാറ്റി വെച്ച് കൊടുക്കാം. ഇനി അതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2-3 തണ്ട് കറിവേപ്പില വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരമണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത കരിമീൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ഭാഗം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് മുരിയേണ്ട ആവശ്യമില്ല കേട്ടോ, നമ്മൾ ഇനി ഇത് കറിയിലിട്ട് വേവിക്കേണ്ടതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. 2 ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് 3-4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും, ഒരു 1/2 കപ്പോളം ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചെറുതായി പൊളന്ന് കൊടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ചില ആളുകൾ സവാളയാണ് ചേർക്കുന്നത്, നിങ്ങൾക്ക് സവാളയാണ് ഇഷ്ടമെങ്കിൽ അത് ചേർക്കാം. പക്ഷേ ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇനി എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 5 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നമ്മളിവിടെ കുരുമുളക് ചതച്ചതും പച്ചമുളകുമാണ് എരിവിനായിട്ട് ചേർക്കുന്നത്. പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി നമുക്കൊരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി വഴന്ന് വരുമ്പോഴത്തേക്കും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ മീൻ ഫ്രൈ ചെയ്ത് കോരി മാറ്റിയ ഉടനെ തന്നെ 3 ഏലക്കയും 3 ഗ്രാമ്പും 1 കഷ്ണം പട്ടയും കൂടിയിട്ട് പൊട്ടിയിട്ട് വേണം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കാൻ. ഞാനത് ചേർക്കാൻ മറന്നുപോയായിരുന്നു, അതിപ്പോഴാണ് ചേർത്തത്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 കപ്പോളം നല്ല 2-ാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തേങ്ങയുടെ അത്യാവശ്യം നല്ല കുറുകിയ തേങ്ങാപ്പാൽ തന്നെയാണ് കേട്ടോ. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വെട്ടി തിളക്കുമ്പോഴത്തേക്കും ഒരു കുഞ്ഞു കഷ്ണം പുളി ചേർത്ത് കൊടുക്കാം. പുളിക്ക് പകരം നാരങ്ങാ നീരോ വിനാഗിരിയോ ചേർക്കാവുന്നതാണ്. ഞാൻ കുടംപുളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീൻ കൂടി ചേർത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ തേങ്ങാപ്പാലും ഗ്രേവിയൊക്കെ ഇങ്ങനെ മുകളിലേക്ക് കോരി ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ ചതച്ച കുരുമുളക് കൂടി ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മീനിൻ്റെ ഒരു വശം വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ആ ഗ്രേവിയൊക്കെ മുകളിലേക്ക് കോരി വെച്ച് കൊടുക്കാം. നന്നായിട്ട് കുറുകി വരുമ്പോൾ 1 തക്കാളി വട്ടത്തിൽ കട്ട് ചെയ്തത് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നിരത്തി കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം കേട്ടോ. ഇനി ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. വളരെ കുറഞ്ഞ തീയിൽ ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് നല്ല കട്ടി തേങ്ങാപ്പാലാണ്, 1 കപ്പ് കുറുകൻ തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് കൊടുക്കാം. കറി നന്നായിട്ട് കുറുകിയതിന് ശേഷം മാത്രം 1-ാം പാൽ ചേർക്കുക. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഇനി അധികം നേരം ഇട്ട് തിളപ്പിക്കേണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മളിപ്പോൾ വിളമ്പുന്ന സമയത്താണ് എടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് മോളിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുതേ. മാസലാമ.